ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഒരു തുടർക്കഥയായി തുടരുമ്പോൾ പോലും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും അതിശക്തമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇന്ന് നിർണായകമായ ചില നിലപാടുകൾ, തീരുമാനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സ്വാമി ചിന്മയി കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഹാജരാവാൻ പോലും അഭിഭാഷകരില്ലാത്ത ഒരു ദുർഗതിയിലേക്ക് ബംഗ്ലാദേശിൻ്റെ ഒരു അവസ്ഥ, അവിടുത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു അവസ്ഥ മാറിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന് വേണ്ടി നേരത്തെ ഹാജരായ അഡ്വക്കേറ്റ് മോഹൻ റോയ് എന്ന അഭിഭാഷകൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇസ്ലാമിസ്റ്റുകൾ കയറി അദ്ദേഹത്തെ ആക്രമിക്കുകയും അദ്ദേഹം ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയുമാണ്. തുടർന്ന് മറ്റ് അഭിഭാഷകരാരും ഈ കേസിൽ ഹാജരാവാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇപ്പോൾ കേസ് ജനുവരി 2 മാറ്റിയിരിക്കുകയാണ്. ഒരു മാസത്തോളം സ്വാമി ഇപ്പോൾ ജയിലിലേക്ക് പോകേണ്ട, അല്ലെങ്കിൽ ജയിലിൽ കഴിയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശ് ഭരിക്കുന്ന ഇപ്പോഴത്തെ ഇടക്കാല സർക്കാർ കൃത്യമായ അജണ്ടയോടുകൂടി തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രവർത്തിക്കുന്നതെന്ന വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. മാത്രമല്ല, സർക്കാർ സ്വാമിക്ക് ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദം ബംഗ്ലാദേശ് നേരിടുന്നുണ്ടെങ്കിലും, ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദം നേരിടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഭരിക്കുന്ന ഇസ്ലാമിസ്റ്റ് പിന്തുണയുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സ്വാമിയെ അനുകൂലിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഹിന്ദു വേട്ടയ്ക്കെതിരെ ഒരു നടപടിയും എടുക്കാനുള്ള സാധ്യത കാണുന്നില്ല. അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അവിടുത്തെ സർക്കാർ ഇതുവരെയും എത്തിയിട്ടില്ല. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്, ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ചില നിലപാടുകൾ ഇക്കാര്യത്തിൽ വരാനുള്ള സാധ്യത. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സ്വാമിയുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തെ ജയിലിലാക്കിയതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. അത്തരത്തിലുള്ളൊരു നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതിൽ ചിലപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് തന്നെ നേരിട്ട് അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കും, അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ളൊരു നീക്കം ഉണ്ടാവാനാണ് സാധ്യത. എന്തായാലും ബംഗ്ലാദേശിനെ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒറ്റപ്പെടുത്താൻ, അല്ലെങ്കിൽ അവരുടെ ഇത്തരം നീക്കങ്ങളെ ഒറ്റപ്പെടുത്തി അവരെ തുറന്നു കാണിക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ നീക്കം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.